തന്റെ ഭർത്താവിന്റെ സഹായികളുടെ കയ്യിൽ നിന്നും ആ വ്യക്തിയുടെ സാന്നിധ്യത്തിൽ അടിവര കെട്ടിയിട്ടും ഗാർഹിക പീഡനം എന്ന പരാതി പിൻവലിക്കാൻ മനസ്സ് തോന്നിയ കെ ബി ഗണേഷ് കുമാറിന്റെ രണ്ടാം ഭാര്യ ബിന്ദു മേനോനോട് സഹതാപം തോന്നി. ഭർത്താവിന്റെ അവിഹിതം കൈവഴി പിടിച്ചെന്ന് പലതവണ പരസ്യമായി പറഞ്ഞിട്ടും ആ അവിഹിതത്തെ റൊമാൻറ്റിസൈസ് ചെയ്യാനായി തനിക്ക് 5000-ഓളം പ്രേമമുണ്ടെന്ന് ഗണേഷ് കുമാർ നിസ്സാരമായി പറയുന്നത് കേട്ടിട്ടൊന്നും അവർക്ക് ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകാനും പറ്റില്ല. ഗണേശിനെ അത്രയ്ക്കധികം ഇഷ്ടമെന്നാണ് അവർ പിന്നെയും പിന്നെയും പറയുന്നത്. വാസ്തവത്തിൽ ഇത് സ്നേഹത്തിന്റെ ഒന്നും പ്രശ്നമല്ല, വേറെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ട്രോമ ബോണ്ട് എന്ന മനഃശാസ്ത്രപരമായ അവസ്ഥയാണ്. പിന്നെ ഫിനാൻഷ്യൽ ബോണ്ടും. ബിന്ദുമേനന് ദുബായിൽ ബിസിനസ് ഒക്കെ ഉണ്ട്. അതിന് ഗണേഷ് കുമാർ നൽകിയ സാമ്പത്തികവും ഉപയോഗിച്ചിരിക്കാം. പെട്ടെന്നൊരു ദിവസം അത് തിരികെ ചോദിച്ചാൽ എവിടെ നിന്നിട്ട് എടുത്തു കൊടുക്കും? അതാണ് കെ ബി ഗണേഷ് കുമാർ മുറുകെ പിടിച്ച് ഒത്തുതീർപ്പിലെത്തിച്ച ആ ഫിനാൻഷ്യൽ ബോണ്ട്. പിന്നെ ഒരാൾ നമ്മെ വേദനിപ്പിക്കുകയും പിന്നെ അതേ ആളിൽ നിന്ന് തന്നെ നമ്മൾ ആശ്വാസം തരികയും ചെയ്യുന്ന ആ ഒരു മാനസികാവസ്ഥയാണ് ട്രോമ ബോണ്ട്. ആ ബന്ധം നമ്മെ സ്വയം തകർക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പോലും അതിൽ നിന്നും പുറത്തേക്ക് വരാൻ പലർക്കും സാധിക്കില്ല എന്നതാണ് സത്യം. ചില മയക്കുമരുന്നുകൾക്ക് അടിമയാകുന്ന അതേ ഫീലാണ്. ഈ മാനസികാവസ്ഥയിലേക്ക് മനുഷ്യൻ എങ്ങനെയൊക്കെ എത്തുമെന്നും അതിൽ നിന്ന് ഇറങ്ങിപ്പോകാനാകാതെ മനുഷ്യർ എങ്ങനെയൊക്കെ വെപ്രളപ്പെടുന്നുവെന്നും പുറത്തു നോക്കുന്നവർക്ക് എളുപ്പത്തിൽ മനസ്സിലാകില്ല. അവർക്ക് ചോദിക്കാം, ഇത്രയൊക്കെ ആയിട്ടും അവൾ എന്തുകൊണ്ട് അയാളെ വിട്ടിട്ട് പോകുന്നില്ല? സത്യം, പറ്റാത്തത് കൊണ്ടാണ്, ഗതികേട് കൊണ്ടാണ്. പറ്റുമെങ്കിൽ ഇത്രയൊക്കെ സഹിച്ച് ഇവരൊക്കെ അതിൽ തന്നെ നിൽക്കുമോ? സ്നേഹത്തിൽ വേദനിക്കുന്നവരെ കേൾക്കാറുണ്ട്, അർഹിക്കുന്ന വിധത്തിൽ അവരെ ചേർത്ത് പിടിക്കാറുമുണ്ട്. എല്ലാ തരത്തിലുള്ള മര്യാദയോടും കൂടി അവർ പറയുന്ന എല്ലാ കഥകളും കേൾക്കാറുമുണ്ട്. പുറത്തു നോക്കുന്നവർക്ക് എളുപ്പമായി തോന്നുന്ന ചില കാര്യങ്ങൾ ആ ബന്ധത്തിനുള്ളിൽ കഴിയുന്ന ഒരാളുടെ മനസ്സിൽ അത്ര എളുപ്പമല്ലെന്ന്, അത്ര ലഘുവല്ലെന്ന് ആ സിറ്റുവേഷൻ കടന്നുപോയ ആൾക്കാർക്കെല്ലാം അറിയാം. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കൽ ആ പെൺകുട്ടികൾ തങ്ങളെ സ്വയം തിരിച്ചറിയുമെന്നും തങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്ന വിധത്തിൽ തങ്ങളുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ കാര്യത്തിലും അവർ വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്, അതിലും നമുക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ നിലവിൽ ബന്ധം താൻ എന്ന വ്യക്തിയെ നിരന്തരം വേദനിപ്പിക്കുകയാണോ അതോ അപമാനിക്കുകയാണോ എന്നത് സത്യസന്ധമായി തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ആ ബന്ധം കൊണ്ടെത്തിക്കുന്നു. ആ ഗണേഷ് കുമാറിന്റെ ഭാര്യയോട് ശരിക്കും സഹതാപമുണ്ട്. കാരണം ഇതൊരു സ്ത്രീ സമൂഹത്തിൽ കാണുന്ന തെറ്റായൊരു കീഴ്വഴക്കമാണ്. ഇവർ നൽകുന്നത് തെറ്റായൊരു സന്ദേശമാണ്. ഗാർഹിക പീഡനം ഉണ്ടായാലും പരാതിയില്ല, സഹിച്ചോളാം എന്ന് എത്ര സ്ത്രീകൾ ഇക്കാലത്ത് പുറത്തു പറയും? ഇനി അഥവാ ഗാർഹിക പീഡനം ഉണ്ടായാൽ തന്നെ അതിൽ കേസ് സ്വമേധയെ എടുക്കേണ്ടത് പോലീസ് സംവിധാനങ്ങളാണ്. ഭാര്യ ഭർത്തൃ ബന്ധം എന്നത് ഒരിക്കലും ഒരു അതിക്രമത്തിന് മാപ്പ് നൽകുന്നതിനേക്കാൾ മുകളിലൊന്നുമല്ല. അങ്ങനെ ചെയ്യുന്നത് സമൂഹത്തിൽ ഇനിയും ഒരുപാട് ഗണേഷ് കുമാർമാർ ഉണ്ടാകാൻ പ്രചോദനമാകും. അതിന് പിന്നാലെ ഒരുപാട് ബിന്ദു മേനന്മാരും ഉണ്ടാകും. ഇന്നല്ലെങ്കിൽ നാളെ സുരക്ഷിതവും മാന്യവുമായ ഒരു ജീവിതം ലഭിക്കുന്ന വിധത്തിൽ അവർക്ക് തന്നെ ശരിയെന്ന് തോന്നുന്ന തീരുമാനമെടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. കാരണം ബിന്ദു മേനോൻ ചെയ്തതൊക്കെ ഒരു തെറ്റായ കീഴ്വഴക്കമാണ്. തന്റെ ഭർത്താവിന്റെ മന്ത്രിസ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി പരസ്യമായി പറഞ്ഞ പരാതി പരസ്യമായി പോലീസിന്റെ ഹെൽപ്പ് ലൈനിൽ വിളിച്ച് നൽകിയ ആ ഒരു രക്ഷിക്കണേ എന്നുള്ളൊരു ആ അപേക്ഷ തന്നെ അത് തന്നെ ഒരു പരാതിയാണ്. പക്ഷെ ആ അപേക്ഷ അവർ തിരിച്ചെടുത്തിരിക്കുന്നു. പോലീസിന് വേണമെങ്കിൽ അന്വേഷിക്കാം. അന്ന് വന്ന ആ ഒരു രക്ഷാഭ്യർത്ഥനയിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടോ, തെളിവുകളുണ്ടോ എന്നിട്ട് വേണമെങ്കിൽ പോലീസിന് ആ ഫയൽ ക്ലോസ് ചെയ്യാമായിരുന്നു. പക്ഷേ പോലീസും അത് ചെയ്തില്ല. കാരണം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന ആൾ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയാണ്. അപ്പോൾ മന്ത്രിമാർക്ക് എന്തുമാകാം. മന്ത്രിമാരുടെ ഭാര്യമാർക്ക് പറഞ്ഞത് തിരിച്ചെടുക്കുകയും ചെയ്യാം. സാധാരണ ഒരു വീട്ടിലെ ഒരു സ്ത്രീയാണ് തൻ്റെ ഭർത്താവിൻ്റെ പീഡനങ്ങൾ സഹിക്കാൻ വേണ്ടി ഇത്തരം ഒരു പരാതി നൽകിയിട്ട് തിരിച്ചാ പരാതി വേണ്ടെന്ന് പറഞ്ഞാൽ ആ സ്ത്രീയാകും പ്രതിക്കൂട്ടിൽ നിൽക്കുക. അതങ്ങനെയാണ് നമ്മുടെ സമൂഹം. പക്ഷെ ഇവിടെ സ്ത്രീ സമൂഹത്തിന് തന്നെ ഒരിക്കലും മാതൃകയാക്കാൻ പാടില്ലാത്തൊരു സന്ദേശമാണ്, കീഴ്വഴക്കമാണ് ഗണേഷ് കുമാറിന്റെ ഭാര്യ ഇപ്പോൾ ഈ സംഭവത്തിൽ കൂടി നമ്മെ കാട്ടി തന്നിരിക്കുന്നത്.